പിടിവീണ പെൻഷൻ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വിലക്ക്. അപേക്ഷ സ്വീകരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന വ്യാപക പരാതി. സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണ സെൽ വിലക്കി. പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതിനാലാണ് വിലക്ക്. 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ലെന്നാണ് ചട്ടം. അപേക്ഷകൾ സ്വീകരിക്കരുതെന്ന് അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 29-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൻ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആദ്യ ഉത്തരവ് നവംബർ 1-ന് ഇറങ്ങിയെങ്കിലും മാർഗരേഖയും മാനദണ്ഡങ്ങളുമായി വിശദ ഉത്തരവിറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ 10-നായിരുന്നു. കേരയിൽ അപ്പക്കഥ ഇനിയും പറയും. അത് ചിലർ റോളിംഗ് നടത്തിയത്. CPM-ലെ എല്ലാവരും ലളിതമായി ജീവിക്കുന്നുവെന്ന MV ഗോവിന്ദൻ കേരളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അപ്പക്കഥയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ലളിതമായി വിശദീകരിച്ച ഗോവിന്ദന്റെ അപ്പക്കഥ ഏറെ ട്രോളുകൾക്കിടയാക്കിയിരുന്നു. AAയും സോഷ്യലിസത്തെയും ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളിലും താൻ ഉറച്ചു നിൽക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഏതായാലും തനിക്ക് നേരെ വന്ന ട്രോളുകൾ ആ വിഷയത്തിലാണ് ഗോവിന്ദൻ ഒരു മാധ്യമത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. സോഷ്യലിസം AAയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തു. താൻ പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല എന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാനമില്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. താൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ അപ്പക്കഥയും AA സോഷ്യലിസവും വേദിയിൽ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തു.